ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷോൾ ഇടുന്നത്. ഷോൾ ഇടാനായിട്ട് കുറേ പേർക്കൊന്നും അറിയത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലും വലിച്ചു വാരി ഷോള് ഒരു വിധത്തിലൊക്കെ ഇട്ടിട്ട് ഓടിപ്പോകുന്നവരാണ് മിക്കവരും. അപ്പം ഈ ഷോൾ ഇടാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു രീതി കാണിച്ചു തരാം. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ആരും ഷോള് വലിച്ചു വാരിയിട്ടോണ്ട് എങ്ങോട്ടേക്കും ഓടണ്ട. അപ്പൊ ഇത് പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഷോൾ ഇടാനായിട്ട് കഴിയുന്നു മാത്രമല്ല നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ഈ ചെസ്റ്റിന്റെ പോർഷൻ മുഴുവൻ മൂടിയിരിക്കുന്ന രീതിയിൽ ഇരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഷോൾ ഡീച്ചിലാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. 3-4 രീതി കാണിക്കാം കേട്ടോ. അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കോട്ടൺ ചുരിദാറൊക്കെ എടുക്കുമ്പം ഷോള് അതിന്റെ കോട്ടൺ ആയിരിക്കും. അപ്പം നമുക്ക് വൺ സൈഡ് ഷോൾ ഇടണമെങ്കിൽ ഞാന് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. വൺ സൈഡ് ഞാൻ അങ്ങനെ ഇടാറില്ല. ചിലപ്പോൾ ഇടുവാണെങ്കിൽ അങ്ങനെ ഇടാറില്ല കേട്ടോ. ഇടുന്നവര് ദാ ഇതുപോലെ ചെയ്യുക. നമ്മളിങ്ങനെ ഫ്ലീറ്റ് എടുക്കത്തില്ല, അതാ ഇങ്ങനെ ഫ്ലീറ്റ് എടുത്തിട്ട് കോട്ടൺ ഷോളൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇപ്പൊ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതാ നല്ല ഭംഗിയായിട്ട് അതിന്റെ ഫ്ലീറ്റ് എടുക്കുക. ഇത് കണ്ടോ, എടുത്തിട്ട് നമ്മുടെ എത്രയാണോ നമ്മുടെ ഇറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇറക്കത്തിൽ വെച്ചിട്ട് നമ്മൾ രണ്ടും ഈ ഇവിടുത്തെയും ബാക്കിലത്തെയും ഒരേപോലെ നീളം വരുന്ന രീതിയിൽ എടുത്തിട്ട് ഇങ്ങനെ, എന്നിട്ട് ഇവിടെ നമ്മൾ പിൻ ചെയ്യുക കേട്ടോ. നല്ല ഭംഗിയായിട്ടിരിക്കും ഷോള് കണ്ടോ. ഇത് നിങ്ങൾ നോക്കട്ടെ, ഇത് ഞാൻ എൻ്റെ തോളിലിട്ടിരിക്കുന്ന ഷോളാട്ടോ. എന്നിട്ട് ഇവിടെ നമ്മളൊരു പിന്നിങ്ങനെ ചെയ്യും. കോട്ടൺ ചുരിദാറൊക്കെ ഇടുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഫ്ലീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇടുക കേട്ടോ. ഇങ്ങനെ ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? എന്നിട്ട് നമ്മൾ സാരി പിടിക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കത്തില്ല. ഇങ്ങനെ കണ്ട, ഈ ഷോള് കിടക്കുന്നോണ്ടാട്ടോ ഇതിന്റെ ഭംഗി അറിയാത്തത്. ആ വോട്ടടെ കിടക്കട്ടെ. ഇതേണ്ട. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്റ്റൈലായിരിക്കും. മനസ്സിലായോ? ഈ ഷോള് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കാണിക്കും. ഇപ്പം നോക്കിക്കേ, വൺ സൈഡ് ഇങ്ങനെ ഇടുക. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കോട്ടൺ ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നല്ല ഈ നമ്മുടെ ഇത് വേണം, കോട്ടൻ്റെ ഒക്കെ വേണം. കോട്ടൺ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ഇതാണ് ഒരു രീതി കേട്ടോ. വൺ സൈഡിൽ നമുക്കിങ്ങനെ ഷോൾ ഇട്ടുകൊണ്ട് പോകാം. പിന്നെ ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ സ്കൂളിലൊക്കെ ഷോൾ ഇടത്തില്ലേ, ആ ഒരു രീതി കാണിച്ചു തരാം. സ്കൂൾ പിള്ളേരൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് കാണിച്ചു തരാം. അതും നമ്മളിങ്ങനെ തന്നെ ഇതിൻ്റെ ഫ്ലീറ്റ് ഒന്ന് ഇങ്ങനെ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലീറ്റ് എടുക്കുക. വലിയ ഫ്ലീറ്റ് വേണമെങ്കിൽ വലുതെടുക്കുക, ചെറിയ ഫ്ലീറ്റ് വേണമെങ്കിൽ ചെറുതെടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു സൈഡ് നമ്മുടെ തോളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ സ്കൂളിലെ ഷോളാണ് ഇടുന്നത്, സ്കൂൾ പിള്ളേരുടെ. അതറിയാൻ വയ്യാത്തവർ നോക്കിക്കോ, കാണിച്ചു തരാം. കണ്ടല്ലോ, ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇടുക. ഇതാണ് നമ്മുടെ സ്കൂൾ പിള്ളേരിടുന്ന ഷോള് കേട്ടോ. സ്കൂളിലത്തെ പിള്ളേരിടുന്ന ഇങ്ങനെയാണ് ഷോള്, കണ്ടല്ലോ. ഇനി നമുക്ക് പലയിടത്തും പോകാൻ നേരമൊക്കെ നമ്മൾ പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റുന്നത് ഇതുപോലത്തെ ഈ ഷിഫോൺ ഷോളൊക്കെ ഇല്ലേ, അത് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇടുന്നത് എങ്ങനെയാന്ന്. ഞാൻ ഇടുന്നതാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഈ ഒരു ഷോള് കണ്ടല്ലോ,
ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഒരേപോലെ മടക്കിയെടുക്കുക. രണ്ടായിട്ട് ഒരേപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ദാ ഇവിടുന്ന് നമ്മൾ ഫ്ലീറ്റ് എടുക്കുക. ദാ ചെറിയ ചെറിയ ഫ്ലീറ്റ് എടുക്കുക. കണ്ട, ചെറിയ ചെറിയ ഫ്ലീറ്റ് എടുത്തിട്ട് ഓരോ ഫ്ലീറ്റും ഇങ്ങനെ മേളിലോട്ട് വലിക്കുക. ഒന്നട വിട്ടുള്ള ഫ്ലീറ്റ് മേളിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ദാ ഇങ്ങനെ കണ്ട, വലിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു രണ്ടായിട്ടല്ലേ ഇങ്ങനെ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പകുതിയെ നമ്മൾ ഈ ഷോൾഡറിലേക്കും വെക്കുക, ഒരു അറ്റം ഈ ഷോൾഡറിലേക്കും വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഷോൾ ഇതാ ഇങ്ങനെ ഒന്ന് വിടർത്തുക. മനസ്സിലായല്ലോ? വിടർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്കുണ്ടല്ലോ ഈ ഫ്ലീറ്റ് എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മളൊന്ന് ഇതിനെ ഒന്ന് വിടർത്തി വിടർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ദാ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് പിന്ന് കുത്തി കൊടുക്കുക. അപ്പം ദാ ഇതിങ്ങനെ നന്നായിട്ട് ദാ വിടർന്ന് നിൽക്കും. കണ്ട, ഫ്ലീറ്റിനെങ്കിൽ ഇറക്കണമെങ്കിൽ ഇറക്കിയിടാം, കയറ്റണമെങ്കിൽ കയറ്റിയിടാം. കണ്ട, കൊതുക് കടിക്കുന്നു ഇവിടെ നിന്നിട്ട്. കണ്ട, എന്നിട്ട് നമ്മളൊരു പിന്ന് കുത്തുക ഇവിടെ. ഫാൻ ഇട്ടാൽ നിങ്ങൾക്ക് കേൾക്കത്തില്ല, അതുകൊണ്ടാണ് ഫാൻ ഇടാത്തത്. പിന്നെ നല്ല കൊതുക് കടിക്കുന്നുണ്ട് കേട്ടോ. തന്നെ കുറേ നേരമായിട്ട് കടിച്ചു പറിക്കും. എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെയും കുത്തി കൊടുക്കുക. കുത്തിയിട്ട് കാണിക്കും. നോക്കി എത്ര രീതി കാണിച്ചു തന്നു. വൺ സൈഡ് ഇടുന്ന കാണിച്ചു തന്നു ഇല്ലേ? പിന്നെ ഒരു സ്കൂളിലിടുന്ന ഷോള് കാണിച്ചു തന്നു. പിന്നെ അതാ ഇപ്പം ഇവിടെ ഒരു ചുരുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇടുന്ന ഒരു ഷോള് കാണിച്ചു തന്നു. കണ്ടോ? അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. പിന്നെ ഈ ബോർഡർ ഉള്ളതൊക്കെ ഇല്ലേ, ഇവിടെ ഈ സൈഡിൽ ബോർഡറൊക്കെ ഉള്ളതാകുമ്പോഴത്തേക്കും ഈ രണ്ട് സൈഡിലെയും ബോർഡർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാവോ? ഈ ബോർഡറും കൂടെ ഇതാ ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ബോർഡർ ഇല്ലാത്തതായിട്ട് അപ്പം ഈ രണ്ട് സൈഡിലെയും ഈ ബോർഡർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതില്ല, ബോർഡർ ഉള്ളത് എടുത്തുകൊണ്ട് വന്നിരുന്നാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലായത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാലോ? ഈ കയ്യിൽ ഇങ്ങനെ ഇടുക, ഇട്ടിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇതാ ഇങ്ങനെ എടുത്ത് പോവുക. കണ്ട, ഇങ്ങനെ ചെറുതെടുത്ത് പോവുക. കണ്ടോണേ? ഇങ്ങനെ പോയതിന് ശേഷം ഇത് നമ്മുടെ ഈ സൈഡിലും ബോർഡർ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലെ ബോർഡറിനെ ഇങ്ങനെ വെക്കുക, ഇതിനെ മേളിലോട്ട് വെക്കുക. ഈ സൈഡിലെയും അങ്ങനെ തന്നെ ഇതിൻ്റെ മേളിലോട്ട് വെക്കുക. അപ്പം ഈ രണ്ട് സൈഡിലെയും ബോർഡർ ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടോ? എന്നിട്ട് ഈ നടുക്കോട്ട് അപ്പുറത്തൂടെ ഒരു സെറ്റിപ്പിനും കൂടെ കൊത്തി കൊടുക്കുക. അപ്പം രണ്ട് സൈഡിലെയും ബോർഡറൊക്കെ ഉള്ള ഷോളില്ലേ, അപ്പം ആ രണ്ട് സൈഡിലെയും ബോർഡർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. എല്ലാവരും ഇപ്പൊ ഷോൾ ഇടാനായിട്ട് പഠിച്ചല്ലോ. അപ്പൊ എല്ലാവരും പഠിച്ചെങ്കിൽ ഇത്രയും രീതി ഒന്ന് ചെയ്ത് നോക്കുക. ഏതാ നിങ്ങൾക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.